6,35,000 നമ്മൾ ചോദിക്കുന്നത്. 6,35,000 അത് മാക്സിമം 6 റുപ്യൊക്കെ ലോൺ ഗ്യാരണ്ടി ആണ്. നല്ല ട്രാക്കിന് 10-35 രൂപ വണ്ടി ഇറക്കാം. 50 റുപ്യ 60 റുപ്യൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട്. കാറിന്റെ ഒരു ഗീവ് വേണ്ടി കുറെ ബൈക്കുകൾ ഫോണുകളൊക്കെ ഉണ്ട്. നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ നമ്മൾ ഉടനെ എന്ത് ചെയ്യും, എന്തായാലും നമ്മൾ അനൗൺസ് ചെയ്യും. അപ്പൊ കൂടെ അപ്പൊ നിങ്ങളുടെ പേര് പറഞ്ഞ അൻഷിപ്പ് മഞ്ചേരിയാണ് പറഞ്ഞത്. മഞ്ചേരിയാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ തവണ അദ്ദേഹത്തിന് പറഞ്ഞ ഫോൺ നമ്മളിതാ കൊടുക്കുകയാണ്. ഇന്ന് ഓപ്പൺ ആക്കി ചെയ്ത് തുടങ്ങി. ഫോൺ ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞോട്ടെ. 3,85,000 റുപ്യ നമുക്ക് കൊടുക്കാം. ഇത് 4 റുപ്യ ചോദിക്കുന്നവരുണ്ട്. 4,400 നമുക്കൊരു 3,85 കിട്ടിയാൽ നമുക്ക് കിട്ടിയതിന്റെ മേലെ എന്തെങ്കിലും കിട്ടിയാൽ പെട്ടെന്ന് കൊടുക്കാം. ലോൺ ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? മാക്സിമം ലോൺ നമുക്ക് ഒരു 3 രൂപ വരെയൊക്കെ ലോണൊക്കെ 0 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വണ്ടി. നമുക്ക് ഫുൾ ലോൺ കയറും. ഇതിന്മേ 2,10,000 നമ്മൾ പറഞ്ഞ ഫൈൻ. 5,30,000 റുപ്യ 25 റുപ്യ നമ്മളെ കയ്യിൽ ഫൈനൽ കിട്ടുകയാണെങ്കിൽ കൊടുക്കാം. 5,25,000 5,25,000 റുപ്യ ഫൈനൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് വണ്ടി കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ റിയൽ ചോയ്സിൽ വീണ്ടും എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു അടിപൊളി ഗിവ് അവേ ഒക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല ഗംഭീര സപ്പോർട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ അതിൽ ഫോണാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആളിവിടെ എത്തിയിട്ടില്ല, മഞ്ചേരി എന്നാണ് നമ്മൾ വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇടയിൽ നമ്മൾ ആളെ കാണിക്കും. നമ്മളെ ഫോൺ ഇന്ന് നമ്മൾ കൊടുക്കുന്നതാണ്. സോ നമുക്കിന്ന് വീണ്ടും അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പെരുന്നാൾ കഴിഞ്ഞ് വലിയ പെരുന്നാളിന് നമുക്ക് ഏകദേശം കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. സോ നമുക്ക് കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ. അപ്പം നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ ബൈക്കൊക്കെ കൊടുത്തിട്ട് കാറൊക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ നല്ല ബഡ്ജറ്റ് റേഞ്ചിലൊക്കെ അടിപൊളി വാഹനങ്ങളുണ്ട് അല്ലേ? അപ്പോൾ എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. സോ നിങ്ങൾ 100-100ഓളം വാഹനങ്ങളാണ് നമ്മൾ ഒരു 2-3 പാർട്ടായിട്ടായിരിക്കും ചെയ്യുക. സോ നമുക്ക് അത്യാവശ്യം തന്നെ നല്ല കളക്ഷൻസ്, ഡീസലാവട്ടെ, ഓട്ടോമാറ്റിക് ആവട്ടെ, ചെറിയ ബഡ്ജറ്റ് ആവട്ടെ, SUV-കളാകട്ടെ, ഇന്നോവകളാകട്ടെ, എല്ലാ വാഹനങ്ങളും നമ്മൾ ഉൾക്കൊള്ളിച്ചില്ല ഒരു ഗംഭീരമായ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ സാധാരണക്കാരന് പറ്റുന്ന ഒരു അടിപൊളി ഷോറൂമാണ് റിയൽ ചോയ്സ്. ഒരു ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ട് ഹർഷാക്കയാണ്. ഹർഷാക്ക, നമുക്ക് പിന്നെ നമ്മളെ ഗിവ് അവേ കഴിഞ്ഞ് കുറച്ച് ഡിലേ വന്നു അല്ലേ? അത് നമുക്ക് ചെറിയ ഹോസ്പിറ്റൽ കേസ് കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എന്തായാലും പേഴ്സണലായിട്ട് കുറച്ച് വിഷയങ്ങൾ വന്നോണ്ട് നമ്മൾ ഈ ഫോൺ ഇപ്പൊ ഇന്ന് കൊടുക്കുന്നുണ്ട്. നമ്മളെ കസ്റ്റമറിനറിയില്ല. അപ്പൊ നമ്മള് ഗിവ് അവേന്റെ ആള് നമ്മൾ വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു 1:30 മണിയാകുമ്പോഴത്തേക്ക് വരാന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആളെ തരെ ഞങ്ങൾ കണ്ടിട്ടില്ല. നമ്മൾ ഫോണിൽ കൂടെയുള്ള ബന്ധം മാത്രമാണ്. സോ നമുക്ക് ഇനി അടുത്തൊരു ഗിവ് അവേ കൊടുക്കേണ്ടത് ഹർഷാക്ക. ഇനി അടുത്ത് നമ്മൾ കൊടുക്കുന്നത് കാറാണ്. അപ്പൊ ചെറുതല്ല, ഒരു കാറ് കൊടുക്കണം. അപ്പൊ നമുക്ക് അതിനുള്ള സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നമ്മളെ വീഡിയോ ഫുൾ നമ്മളെ വീഡിയോ ഒക്കെ കാണാമല്ലോ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമുക്ക് വൈകാതെ തന്നെ നമുക്ക് കാറിന്റെ ഒരു ഗംഭീര ഗിവ് വേണ റിയൽ ചോയ്സിന്റെ വക നമുക്ക് തരാൻ പോകുന്നത്. അന്നേ നമ്മൾ പറഞ്ഞതായിരുന്നു. സോ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഫോളോ ചെയ്യുക 2 പേജ്. നിങ്ങൾ റിയൽ ചോയ്സിന്റെ പേജ്, അതേപോലെ തന്നെ നമ്മൾ ഓട്ടോടെക്കിന്റെ പേജ് നിങ്ങൾ ഫോളോ ചെയ്ത് കൂടെ വളരെ വൈകാതെ തന്നെ കൊടുക്കുക അല്ലേ? വൈകാതെ തന്നെ നമ്മൾ അതിനെ അനൗൺസ് ചെയ്യും. സോ നിങ്ങൾക്ക് ഡെയിലി അപ്ഡേഷനൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മളെ 2 പേജ് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുക. സോ അധികം ഫേസ്ബുക്കിന്റെ അക്കൗണ്ട് മാറുന്നുണ്ട്. ഓക്കെ, ഫേസ്ബുക്ക് ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റ, യൂട്യൂബ്. അപ്പോൾ നിങ്ങൾ 3 നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റയിലൂടെയാണ് നമ്മൾ ഇതിൻ്റെ അപ്ഡേഷന് കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കാൻ പോകുന്നത്. അതേപോലെ ഡെയിലി അപ്ഡേഷന് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. സോ അപ്പോൾ അടുത്തൊരു ഗംഭീരമായ ഒരു ഗിവ് അവേക്ക് വേണ്ടിയിട്ട് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരെയും നിങ്ങൾ അറിയിക്കുക. നമ്മളെ കൂടെ ഇങ്ങോട്ട് കൂടെ നമുക്ക് അടുത്തും ഷുവറായിട്ടൊരു കാറാണ്. അത് നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ നമുക്ക് കാർ തന്നെ കൊടുക്കാം. നമ്മൾ കഴിഞ്ഞ ടാർജറ്റ് ഏകദേശം വാക്ക് പറഞ്ഞാൽ കറക്റ്റ് വാക്കിൽ കൊടുക്കണം. കുറെ ആൾക്കാർ കൊടുക്കൂല എന്നൊക്കെ ചോദിക്കണ്ടേ. നമ്മൾ കൺഫേം അറിഞ്ഞ ആൾക്കാരുടെ ഓപ്പൺ ആക്കിയിട്ട് കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ ചെയ്യും. അപ്പൊ നമുക്ക് അടുത്തതിന് ഇത് വൈകാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ സീരിയസ് ആയിട്ടുള്ളൊരു മാറ്ററാണ്. നമ്മൾ ഫാമിലി മാറ്റർ ആയതുകൊണ്ട് നമ്മൾ പുറത്തു പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ വരെ ചെയ്യാൻ നമുക്ക് ഡിലേ ആയി പോയത്. ആ ഒരു ഒറ്റ കാരണത്താലാണ്. സോ ഇന്ന് നമ്മൾ ആളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ആളെ. അപ്പോൾ ആള് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം. സോ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ നമുക്ക് കൊടുക്കുന്നതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നതാണ്. റിയൽ ചോയ്സിന്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാണെങ്കിൽ മലപ്പുറം ടൗണിൽ നിന്ന് 1 കിലോമീറ്ററാണ് നമ്മുടെ ഷോപ്പുകളിൽ. മുണ്ടോറമ്പ് കാവങ്ങൽ ബൈപ്പാസ്, അതായത് കോഴിക്കോട് പാലക്കാട് ബൈപ്പാസ് ആണ്. ബൈപ്പാസിന്റെ വിളിക്കുന്ന ആൾക്കാർക്ക് കറക്റ്റ് കിട്ടും. അപ്പൊ റിയൽ ചോയ്സ് പറഞ്ഞാൽ നമുക്ക് പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ നമുക്ക് ബൈപ്പാസ് റോഡാണ് ഈ ഒരു ലൊക്കേഷൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ജസ്റ്റ് നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ നമ്പറിൽ അവർ നിങ്ങൾക്ക് വാട്സപ്പിൽ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരും. സോ നമുക്ക് ഫസ്റ്റ് തന്നെ ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്ന ഒരു സെഡാനാണ്. ഒരു അടിപൊളി ക്യൂട്ടായിട്ടുള്ളൊരു കളറിൽ വരുന്ന ഡിസയർ. അതും അത്യാവശ്യം നമുക്ക് ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടില്ല. ഒരു 4th ജനറേഷൻ അല്ലേ? ഈ അടുത്ത് വരെ ഈ ഒരു മോഡലിലായിരുന്നു വന്നിരുന്നത്. അപ്പോൾ അതും അത്യാവശ്യം നല്ല നമ്പർ, പട്ടാമ്പി രജിസ്ട്രേഷൻ ആണ്. ഇന്റീരിയറൊക്കെ ഇതിനോട് തന്നെ മാച്ച് ആയിട്ടുള്ള നല്ല അടിപൊളി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് ഏതായിരുന്നു മോഡലൊക്കെ വരുന്നത്? 2018 മോഡൽ VXI വണ്ടിയാണ്. സിംഗിൾ ഓൺഷിപ്പ് ഉള്ള വണ്ടിയാണ്. നമുക്ക് 18 എന്ന് പറഞ്ഞാൽ അത്യാവശ്യം മൈലേജ് അല്ലേ? ലോങ് ഡ്രൈവിൽ ഒരു 18 തന്നെ നമുക്ക് നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു എഞ്ചിൻ കൂടിയാണ്. പണിയ കാര്യങ്ങളൊന്നും വരില്ല. കറക്റ്റ് ഓയിൽ സർവീസ് ചെയ്ത് പോയാൽ നമുക്ക് ഒരു പണി വരാതെ എത്ര കാലം യൂസ് ചെയ്യാന്നുള്ളതാണ്.
പിന്നെ അത്യാവശ്യം നല്ല സ്പേസും ആണ്, നല്ല കംഫർട്ടും ആണ്, നല്ല കംഫർട്ടബിൾ. പിന്നെ റിയൽ AC വെന്റ്, ചാർജിംഗ് പോയിന്റ്, കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ്. അത്യാവശ്യം ടയേഴ്സും വരുന്നുണ്ട് അല്ലേ? കിലോമീറ്റർ ഓൺഷിപ്പ് കിലോമീറ്റർ വന്നിരിക്കുന്നത് ഇത് 90-85 ആ ലെവലിലാണ്. കറക്റ്റ് വിളിക്കുന്ന ആൾക്കാർ കറക്റ്റ് പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ ചെയ്യണം. നമുക്ക് ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് ആണ്. നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് നമുക്കൊരു 5,25,000 രൂപയ്ക്ക് ഒരു ബെസ്റ്റ് പ്രൈസിന് നല്ലൊരു സെഡാൻ, ഒരു ഹാഷ് ബാഗിന്റെ പ്രൈസ് കൊണ്ടുപോകാം. എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് ഒരു 50-60 റുപ്യ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. 50-60 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കുകയും ചെയ്യാം അല്ലെ? പിന്നെ അടുത്ത് നിസാന്റെ ഒരു കിഡ്ലം മൈക്രയാണ്. അത് നമുക്ക് റെഡ് ഫിനിഷിംഗ് ആണ് വരുന്നത്. ഡീസൽ ആണ്, അത് പെട്രോൾ ആണ്? പെട്രോൾ ആണ്. നല്ല മെക്കാനിക്കൽ വണ്ടിയാണ്. പെട്രോൾ ആകുമ്പോൾ പൊതുവെ നമുക്ക് മെയിൻ്റെനൻസ് മെയിൻ്റെനൻസ് വരില്ല. ഓയിൽ ഫിൽറ്റർ പിന്നെ അലൈൻമെന്റ് നോക്കുക, ഓടുക, അത്ര മാത്രം നോക്കിയാൽ. അപ്പൊ കറക്റ്റ് അലൈൻമെന്റ് നോക്കുക. അതേപോലെ തന്നെ അത്യാവശ്യം നമുക്ക് ഓയില് കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്തു പോയാൽ എത്ര കാലം നമുക്ക്. ഈ കളറിനാണ് റിയാസ് ഭായി ഏറ്റവും മാർക്കറ്റില്. ചെറിയ റെഡ് കളറിനാണ് ഏറ്റവും മാർക്കറ്റ്. മൈക്രോ നമ്മൾ ഒരുപാട് വിൽക്കണം പെട്രോൾ വണ്ടി. ചെറിയ റെഡ് കളറിന് ഒരുപാട് എൻക്വയറി വരുന്നത്. ഒന്നാമത് ഒന്ന് പോളിഷ് ചെയ്തിട്ട് എന്നും ഈ ഒരു ഫിനിഷിംഗ് ഉണ്ടാവും. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. സ്റ്റാർട്ടിങ് കാര്യങ്ങളെല്ലാം വരുന്നത് ഏറ്റവും ടോപ്പ് എൻഡ് അല്ലേ? കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ വന്നിരിക്കുന്നത് 60,000-65,000 കിലോമീറ്റർ. ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർക്ക് മാറി. കേരള വണ്ടി, ഒറിജിനൽ കേരള വണ്ടി, പക്ക വണ്ടി. നമ്മൾ അറിയുന്ന കസ്റ്റമർ കയ്യിലായിരുന്നു. നമുക്ക് ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന വണ്ടി. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 3,15,000 ചോദിക്കുന്നത്. ചെറിയ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തി നമുക്ക് കൊടുക്കും ചെയ്യാം. ഒരു 19 രൂപ വണ്ടി ഇറക്കാം. 50 രൂപ വണ്ടി ചിലപ്പോൾ അത് മുടക്കേണ്ടില്ല. നമുക്ക് നോക്കിയിട്ട് കറക്റ്റ് നോക്കിയിട്ട് കസ്റ്റമർ പ്രൊഫൈൽ മാറി നോക്കിയിട്ട് ചെയ്യാം. അടുത്തൊരു നമ്മൾ എല്ലാവരും എൻക്വയറി ചെയ്യുന്ന വാഹനമാണ് ടൊയോട്ട എത്തിയോസ് ലിവ അല്ലേ? ഡീസലാണത് പെട്രോൾ ആണ്? ഇത് പെട്രോൾ വണ്ടിയാണ്. പൊതുവെ നമുക്ക് ലോ മെയിൻ്റെനൻസും അതേ മൈക്രോന്റെ അതേമാതിരി തന്നെ മെയിൻ്റെനൻസ് വളരെ കുറവായിരിക്കും. മൈലേജ് ഡീസലിന്റെ മെയിൻ്റെനൻസ് കുറവാണ്. പെട്രോളിന്റെ കാര്യം നമുക്ക് അത്രയും പറയേ വേണ്ട അല്ലെ? പെട്രോൾ തീരെ മെയിൻ്റെനൻസ് വരില്ല. ചെറിയ ഹോട്ടലിലെ ആൾക്കാർക്കൊക്കെ ഏറ്റവും നല്ലത് നല്ലൊരു ഫാമിലി കാറാണ്. അതൊരു നല്ല കംഫർട്ട് ഒക്കെ ഉണ്ട്, നല്ല സ്പേഷ്യസും ആണ്. 15-16 വരെ കിലോമീറ്റർ കിട്ടും. മറ്റേത് 20 കിട്ടും, 22 വരെ കിട്ടുന്നുണ്ട്. അതിനനുസരിച്ച് മെയിൻ്റെനൻസ് കുറച്ച് കൂടും. ഒരു മെയിൻ്റെനൻസ് ഇല്ല, പക്ക വണ്ടി, ക്വാളിറ്റി വണ്ടി. കിലോമീറ്റർ എങ്ങനെയാണ്? കിലോമീറ്റർ വന്നിരിക്കുന്നത് 1ന്റെ ഉള്ളിലാണ് ഓടിയിട്ടുള്ളത്. മേജറായ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടി. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കും. നമ്മൾ കസ്റ്റമർ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വ്യക്തമാക്കി പറഞ്ഞു കൊടുത്തിട്ടേ ചെയ്യുള്ളൂ. നമുക്ക് പിന്നെ എന്തെങ്കിലും കാട്ടി കച്ചവടം ചെയ്ത് പിരിച്ചു വിടാന്നല്ല ഉള്ളത്. നാളെ ആളുകൾ വരണം. ആളുകൾ വരണം. നമുക്ക് ബുദ്ധിമുട്ടുകൾ ഇതായിട്ട് ഉണ്ടായിട്ടില്ല. കാര്യങ്ങൾ പറഞ്ഞു ചെയ്യണോണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല. ഓക്കെ, നമ്മൾ എത്ര രൂപയാണ് ഇതിന് ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 3 രൂപയാണ് ചോദിക്കുന്നത്. 2.95 കിട്ടുകയാണെങ്കിൽ നമുക്ക് കൊടുക്കും ചെയ്യാം. ഏകദേശം നമുക്ക് ലോൺ എത്ര? ലോൺ ഇതിമാര് 2 രൂപന്റെ അടുത്ത് വരെ നമുക്ക് ചെയ്യിപ്പിക്കും, ലോൺ ചെയ്യാം അല്ലെ? അടുത്തൊരു ഡാറ്റ്സന്റെ റെഡി ഗോ അല്ലെ? ഡാറ്റ്സന്റെ ഗോ ആണ്. അപ്പൊ അത് 5 സീറ്റർ വണ്ടിയാണ്. ഇതിന്റെ 7 സീറ്റർ ഒക്കെ വരാറുണ്ട്. 7 സീറ്റർ ഇപ്പൊ നമ്മുടെ ഒരു സ്റ്റോക്ക് പാടെ നാളെ കയറാണ്ട്. അപ്പൊ അതെങ്ങനെയായിരുന്നു? നമുക്ക് അത് വരാനുള്ള 15 ഇത് 14. ഇതിനെങ്ങനെ നമ്മൾ 2014 മോഡല് സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന വണ്ടിയാണ്. കറക്റ്റ് ഇപ്പൊ കസ്റ്റമറെ കൈ പോയിട്ട് നമ്മള് പർച്ചേസ് ചെയ്ത് പോരുന്ന മോഡലാണ്. ഇത് ഒരു 1.75 കിട്ടി നമുക്ക് കൊടുക്കാം. സിംഗിൾ ഓണർ കറക്റ്റ് ഒരു ഓണർ ഇറക്കിയ വണ്ടി, കറക്റ്റ് വണ്ടി ഇടാം. അപ്പൊ നേരെ നമ്മള് ഓണർ എടുത്തുന്ന സിംഗിൾ ഓൺഷിപ്പിലുള്ള വണ്ടിയാണ്. വണ്ടി നമ്മൾ പാർട്ടി ഇതൊക്കെ ഒരുവിധം വണ്ടികളൊക്കെ നമ്മൾ പാർട്ടിന്റെ കയ്യിൽ പോയിട്ട് പർച്ചേസ് ചെയ്യണം. അപ്പൊ അവര് പറഞ്ഞ വിലമ ചെറിയ മാറ്റം ഉണ്ടാവും. അപ്പം ക്വാളിറ്റി കണ്ടാൽ നമ്മൾ കുറച്ച് വില കൂട്ടിയെടുക്കും. അപ്പൊ നമ്മൾ എത്ര ഇതിന് ചോദിക്കുന്നത്? ഇത് 1,75,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, എത്ര രൂപ വരെ ലോൺ ചെയ്യാൻ പറ്റും? ഇതിന് നമുക്ക് 1.5 രൂപ വരെ, ചിലപ്പോൾ 25,000 രൂപ കൊടുക്കാം, ചിലപ്പോൾ 1.25 വരെ ലോൺ കയറും. ചെറിയ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. ഫുൾ ലോൺ പറഞ്ഞാൽ ഈ കസ്റ്റമറിന് ഇത് അടക്കേണ്ട റിയാസ്. ഫുൾ ലോൺ പറഞ്ഞാൽ തള്ളി വിട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നമുക്ക് ഇതിന്റെ 7 സീറ്റർ വരുന്നുണ്ടല്ലോ, അതിന് ഏകദേശം നമുക്ക് പ്രൈസ് അയക്കണം. അതിന് നമുക്ക് പ്രൈസ് അത് നമുക്കൊരു 1.90-80 ആ ലെവലിൽ നമുക്ക് കൊടുക്കാൻ കഴിയും. 7 സീറ്റർ വണ്ടിയാണ്. 7 സീറ്റർ ഇതിന് നോക്കുന്നവരാണെങ്കിലും വിളിച്ചോളി കേട്ടോ. അപ്പൊ അടുത്ത് നമ്മളൊരു കിഡ്ലൻ സെഡാനിലോട്ടാണ് പോകുന്നത്. സെഡാനിൽ എന്നും ആളുകൾക്ക് ഡിമാൻഡുള്ള ഒരു വാഹനമാണ് നമ്മുടെ ഹോണ്ടയുടെ സിറ്റി. ഡീസൽ അല്ലേ വരുന്നത്? ഡീസൽ വണ്ടി. ഏകദേശം ലോങ് ഡ്രൈവിൽ 24 മൈലേജ് കിട്ടുന്ന വാഹനം. ഒരു ബൈക്കിന്റെ അതെ ഒരു ബുള്ളറ്റിന്റെ ചെലവിൽ വണ്ടിയാണ്. വണ്ടി തന്നെയാണ്. അപ്പൊ നമുക്ക് 24 മൈലേജ് കൺഫേം ആയിട്ട് കിട്ടുന്ന ഉറപ്പാണ്. ഓക്കെ, ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒരു ആക്സിഡന്റ്, മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ഇത് A to Z കാര്യങ്ങൾ നമ്മൾ നോക്കിയെടുക്കണം. തട്ടുമുട്ടിൽ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് 14 മോഡൽ വണ്ടിയാണ്. കേരള വണ്ടിയാണോ അതോ റീ വണ്ടിയാണ്? റീ വണ്ടിയാണ്. നിലവില് നമുക്ക് തിരൂർ നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള എഞ്ചിൻ നോക്കിയെടുത്ത് കൺഫേം ആക്കി ചെയ്യുന്ന കച്ചവടങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, ഇതിന് ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ. സൺറൂഫ് ഉണ്ടാവില്ല എന്നുള്ളൂ. അതിന്റെ ഇതുള്ള XV പറഞ്ഞ ഓപ്ഷനാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പിന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. എല്ലാ ഫീച്ചേഴ്സും കൺട്രോള്, ക്രൂസ് കൺട്രോള്, ഡ്രൈവർ സൈഡ് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്,
4 ഡോർ പവർ വിൻഡോ, കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ, പിന്നെ AC കാര്യങ്ങളൊക്കെ ടച്ച് ആയിട്ടാണ് അതിന്റെ കമ്പനി അത് ഹോണ്ടയ്ക്ക് വരുന്നതാണ്. അപ്പൊ ആ ടച്ച് തന്നെയാണ് നമ്മൾ AC കൺട്രോൾസ് കാര്യങ്ങളൊക്കെ. അപ്പൊ ആ ഒരു സെയിം ഫീച്ചേഴ്സ് അത്യാവശ്യം അതിലാറ് നമുക്ക് ഫീച്ചേഴ്സ്, അതായത് റിയൽ AC വെന്റ് വരുന്നുണ്ട്, അതേപോലെ തന്നെ നമുക്ക് ക്രൂസ് കൺട്രോൾ കൂടി ഇതിൽ അഡീഷണൽ വരുന്നുണ്ട്. എത്ര ഇതിന് നമ്മൾ ചോദിക്കുന്നത്? ഇത് 3,85,000 നമുക്ക് കൊടുക്കാം. ഇത് 4 റുപ്യ ചോദിക്കുന്നവരുണ്ട്, 4,400. നമുക്കൊരു 3,85 കിട്ടിയാൽ നമുക്ക് കിട്ടിയതിന്റെ മേലെ എന്തെങ്കിലും കിട്ടിയാൽ പെട്ടെന്ന് കൊടുക്കാം. ലോണ് ഫുൾ ലോൺ ചെയ്യാൻ പറ്റുമോ? മാക്സിമം ലോൺ നമുക്ക് ഒരു 3 രൂപ വരെയൊക്കെ ലോൺ ചെയ്യാൻ പറ്റും. മോഡൽ ഏതെന്ന്? ഇത് 14 മോഡൽ HP, 2014 മോഡൽ SP. അടുത്തൊരു ഡീസൽ സ്വിഫ്റ്റ്, അതായത് ഡെയിലി യൂസിന് മൈലേജ് നോക്കുന്നവർക്ക് വേറെ ഒന്നും നോക്കണ്ട, അത്രയും കംഫർട്ട് ആയിട്ടുള്ള സ്വിഫ്റ്റ്, നല്ല കിഡ്ലം വണ്ടി അല്ലേ? അതും KL60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ, ഫാൻസി നമ്പർ അടക്കം വരുന്ന വണ്ടി. എങ്ങനെയായിരുന്നു ആൾക്കാർ ഡീറ്റെയിൽസ്? ഇത് 2016 മോഡല് VDI ഓപ്ഷൻ വരുന്നത്. 2016 സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ളത്? കിലോമീറ്റർ വന്നിങ്ങനെ 1.35 സർവീസ് ഒക്കെ കഴിഞ്ഞാണ്. ഇന്ത്യയിലൊക്കെ നല്ല പൊളിയാണ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം. നമ്മൾ എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? 4.5 ലക്ഷം രൂപ കിട്ടുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാം. 4 ലക്ഷം രൂപയ്ക്ക് അല്ലേ? ഏകദേശം 19 രൂപ വണ്ടി ഇറക്കാം. 50 രൂപ വണ്ടി സുഖമായിട്ട് വണ്ടി ഇറക്കാം. ഇതൊരു കിഡിലം വണ്ടിയാണ്, നല്ല അടിപൊളി BS6 വേരിയന്റില്, അതും തിരുവിതാംകാട് രജിസ്ട്രേഷൻ വന്നൊരു ഓൾട്ടോ 800 അല്ലേ? പൊതുവെ നല്ല ഡിമാൻഡാണ്, അടിപൊളി കളർ കൂടിയാണ്. ഇതെങ്ങനെയായിരുന്നു അർഷാക്ക ഡീറ്റെയിൽസ്? ഇത് 2019 മോഡല് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടി കേട്ടോ. കിലോമീറ്റർ വന്നിരിക്കുന്നത് 40 സംതിങ് അങ്ങനെ എന്തോ കറക്റ്റ് നമുക്ക് നോക്കിയാൽ. ഓക്കെ, 40 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, നല്ല വൃത്തിയിലുണ്ട്. റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ് മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. എത്ര റീപ്ലേസ് നമ്മൾ കറക്റ്റ് പറഞ്ഞു കൊടുത്തിട്ട് തന്നെ ചെയ്യുള്ളൂ. എത്ര ചോദിക്കും? ഇത് നമുക്ക് ഫൈനലായിട്ട് 2.85 ചെറിയ എന്തെങ്കിലും മാറ്റം വരുത്തി കൊടുക്കും ചെയ്യാം. നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാം? ലോൺ നമുക്ക് ഇതിന് മാക്സിമം ഫുൾ ലോൺ തന്നെ കയറും. എന്തായാലും കൺഫേം ആയിട്ട് കയറും. അപ്പൊ നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ 0 ഡൗൺ പേയ്മെന്റ് വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വണ്ടി. അതൊരു 7 സീറ്റർ ഡീസൽ, അത് എർട്ടിഗ അല്ലേ? 2012 മോഡൽ VDI ഓപ്ഷൻ വരുന്ന വണ്ടി കേട്ടോ. 2012 VDI. കിലോമീറ്റർ 1.35-40 നോക്കിട്ട്. എഞ്ചിന് മെക്കാനിക്കലേക്ക് നല്ല ഫിറ്റിംഗ്, AC പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ AC ഒക്കെ വരുന്ന വണ്ടി. എത്ര വർഷമൊക്കെ ചോദിക്കുന്നത്? 3.65. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റൂ? ഇത് 3 ലക്ഷം വരെ ലോണും കയറി 10 രൂപ സുഖമായിട്ട് വണ്ടി ഇറക്കാം അല്ലേ? അടുത്ത റിഡ്സ് അല്ലേ? ഡീസലാണോ പെട്രോൾ ആണോ വരുന്നത്? 2016 മോഡല് റിഡ്സ് ആണ്. അത് ഡീസൽ വണ്ടി അല്ലേ? ഡീസൽ വണ്ടി. അപ്പൊ അത്യാവശ്യം നല്ല മൈലേജും 20 മൈലേജ് കിട്ടുന്ന വണ്ടി. ഇത് നമുക്ക് ഫൈനലായിട്ട് ഒരു 2,85,000 രൂപ കിട്ടുകയാണെങ്കിൽ കൊടുക്കും ചെയ്യാം. ഒരു ബെസ്റ്റ് പ്രൈസിന് കൊടുക്കാം. എഞ്ചിന് മെക്കാനിക്കലൊക്കെ നല്ല എഞ്ചിൻ നമ്മളെല്ലാം ചെക്ക് ചെയ്തെടുക്കണം വണ്ടിയാണ്. നമ്മളെ കൂടെ ചെക്ക് ചെയ്യാൻ ഒരു വർക്ക്ഷോപ്പുകാരനെ നമ്മളെ കൂടെ ഉണ്ടാവും റിയാസ് ഭായി. പിന്നെ കുറെയൊക്കെ നമ്മൾ ഇത്ര കാലമായി ഫീൽഡില് 10-15 വർഷത്തിന്റെ മേലായി. നമുക്കിത് കറക്റ്റ് ആയിട്ട് നമുക്ക് നോക്കാൻ കഴിയണ ഇതിനാണ്. എന്നാലും നമ്മളെ കൂടെ ഒരു വർക്ക്ഷോപ്പുകാരുണ്ടാവും. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാം? ഇത് നമുക്കൊരു ഫുൾ ഓൺ തന്നെ ഇതും ഫുൾ ഓൺ 16 മോഡലാണ്. 16 മോഡല് ഫുൾ ഓൺ. അതേമാതിരി 2 വണ്ടി ഇവിടുന്ന് കൊടുത്തിട്ടുണ്ട്. ഈ 2 വണ്ടിക്കും ഇവിടെ ഫുൾ ഓൺ ആണ് ഇറങ്ങിയിട്ടില്ല. അപ്പൊ 10-15-20 മുടക്കേണ്ടി വരും. അത്ര. അടുത്തൊരു ഇനോവ, അതെങ്ങനെയായിരുന്നു? ഇത് 2009 മോഡൽ പുതിയ പേപ്പറുള്ള വണ്ടി. 5 കൊല്ലത്തെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒറിജിനൽ കേരള വണ്ടി. ഓ, ടൈപ്പ് 4 ഒക്കെ ആക്കി 5 വർഷത്തിൽ പേപ്പർ എല്ലാം ഫിറ്റ് ആയിരിക്കും ഇതിന്മേല്. 4,95,000 ഫൈനൽ കൊടുക്കാം. 4.95 കൊടുക്കാം. അതും നമുക്കൊരു 5 വർഷത്തെ പേപ്പറുള്ള വണ്ടി. എല്ലാ വണ്ടിയും കേരള വണ്ടിയല്ലേ? മാർക്കറ്റ് ഉണ്ട്. റീപ്ലേസ് ഒന്നുമില്ല. നമുക്ക് ഗ്യാരണ്ടി മാറിയില്ല. അത്രയും പക്കയാണ് വണ്ടി. പിന്നെ ടൈപ്പ് 4 ആക്കിയില്ല, എല്ലാം എക്സ്പെൻസ് ആയിക്കണം. ഓക്കെ, അത്യാവശ്യം നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. ഇതൊരു 7 സീറ്റർ ആണ്. വീണ്ടും ഷെവർലയുടെ എൻജോയ് 2013 മോഡൽ എൻജോയ് ആണ്. ഇത് നമുക്ക് 2.15 ഫൈനൽ കിട്ടിയാല് ഡീസൽ വണ്ടിയല്ലേ? ഡീസൽ വണ്ടി 13 മോഡലാണ്. നമ്മൾ ടവേര പോലെ തന്നെ അത്യാവശ്യം 7 സീറ്റർ ആണെങ്കിലും മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. 15 മൈലേജ് കിട്ടും. ഡീസൽ വണ്ടിയാണ്, 7 സീറ്റർ ആണ്, നല്ല സ്പേഷ്യസും ആണ്. അത്യാവശ്യം പിന്നെ കാരിയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നമുക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? എത്ര ചോദിക്കുന്നത് പറഞ്ഞാൽ? ഇത് നമുക്ക് 2.15 ഫൈനൽ നമ്മളെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ലോണ് നമുക്ക് സൗകര്യം ഉണ്ടാവും. ലോണ് നമുക്ക് സേർട്ട് ഫിനാൻസ് ഒക്കെയാണ് നമുക്ക് ചെയ്യിപ്പിക്കാം. ഏകദേശം പകുതിയൊക്കെ ചെയ്യാം. അത് വീണ്ടും ഒരു ഇന്നോവ, ഇതെങ്ങനെയായിരുന്നു? 2011 മോഡല് V ഓപ്ഷൻ വരുന്ന വണ്ടിയാണ്. നല്ല ക്വാളിറ്റി മെക്കാനിക്കൽ വണ്ടി കേട്ടോ. അത്ര നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും. 11 മോഡല് നമുക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയാണ് ഓടിച്ചിട്ട്. കറക്റ്റ് വണ്ടിയാണ്, കറക്റ്റ് വണ്ടി. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? മോഡൽ ആക്കാതിരുന്നാട്ടോ. V വണ്ടിയാണ്, സ്റ്റിയറിംഗ് വോളിയം കൺട്രോൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അന്നത്തെ ഫുൾ ലോഡ് വണ്ടി അല്ലേ? അന്നത്തെ ഫുൾ ലോഡ് വണ്ടി ഇതിന് ബോഡി വൃത്തി ഉണ്ടല്ലേ റിയാസ് ഭായി?
അത്രയും അതുകൊണ്ട് അത് ടൈപ്പ് 4 വരെ കൺവേർട്ട് ചെയ്യാൻ അല്ലേ? എത്ര ചോദിക്കുന്ന ഇത് നമുക്കൊരു 5,30,000 റുപ്യ 25 റുപ്യ നമ്മളെ കയ്യിൽ ഫൈനൽ കിട്ടുകയാണെങ്കിൽ കൊടുക്കാം. 5,25 5,25,000 റുപ്യ ഫൈനൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് വണ്ടി കൊടുക്കാം. ഫൈനൽ നമ്മളെ കയ്യിൽ കിട്ടണം. ക്വാളിറ്റി ഉണ്ട്. നമ്മളൊന്നും ചെയ്യാത്ത എന്താ വെച്ചാലേ ഇത് ഇനിയിപ്പോ ന്യൂ മോഡൽക്കാകുമ്പോൾ ഈ വൃത്തി പോവുക ഉള്ള കണ്ടീഷനിൽ ചെയ്യണമെങ്കിൽ ഒരു കുഴപ്പമുണ്ടാകും. അടുത്ത് വീണ്ടും ഒരു ഇന്നോവ ഗ്രേ ഫിനിഷിംഗ് ആണ്, ടൈപ്പ് 4 ആണ് വരുന്നത്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള്? 2010 മോഡൽ ടൈപ്പ് 4 നമ്പറായ വണ്ടിയാണ്. ഇത് നമുക്ക് ഫൈനലായിട്ട് 4,90 ഫൈനലായിട്ട് നമ്മളെ കയ്യിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. 4,90. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല, പക്ക വണ്ടിയില്ല, വെറും ചെറിയ പൈസക്ക് വണ്ടി ഇറക്കാം. അടുത്തൊരു ചെറുവാഹനാണ് ഇയോൺ, അത് വൈറ്റ്. എങ്ങനെയായിരുന്നു മോഡല്? 2017 മോഡല് ഇയോൺ ആണ്, മാഗ്ന പ്ലസ്. ഓക്കെ, ഇത് നമുക്കൊരു 2,10 നമ്മളെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ഫൈനലായിട്ട് കൊടുക്കാം. 2,10 കിട്ടുകയാണെങ്കിൽ. അപ്പൊ ഇയോണ് അത് നമുക്ക് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീന്. പക്ഷേ നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് ഫുൾ ഓൺ കയറും. ഇതിന് 2,10 നമ്മൾ പറഞ്ഞത്. 2,10 ഫുൾ ഓൺ കയറും. അടുത്ത റിഡ്സ് ഇത് എങ്ങനെയായിരുന്നു? 2012 മോഡൽ റിഡ്സ് ആണ്, ന്യൂ മോഡൽ വണ്ടി കേട്ടോ. ഇത് നമുക്ക് 2,65 നമ്മൾ ആസ്ക് ചെയ്യേണ്ടത്. എന്തെങ്കിലും ചെറിയ മാറ്റം വരുത്തിയിട്ട് നമുക്ക് കൊടുക്കാം. ഡീസലാണത്? ഡീസൽ BD ഓപ്ഷൻ, ഒറിജിനൽ കേരള വണ്ടി. നമ്മൾ ചോദിക്കണ ഫൈനല് 2,65 ചെറിയ മാറ്റം നമ്മൾ വരുത്തി കൊടുക്കും. ഫുൾ ഓൺ ചെയ്യാലോ? ഫുൾ ഓൺ ഇല്ലാണെങ്കിൽ 10-50 റുപ്യ വണ്ടി സുഖമായിട്ട് വണ്ടി ഇറക്കാം. അതൊരു ഗ്രേ ഫിനിഷിംഗ് വീണ്ടും ഒരു ഇയോണ്. 2016 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. ഇത് നമുക്കൊരു 2,10 നമ്മൾ ചോദിക്കുന്നത്. കസ്റ്റമർ വരുന്നതിനനുസരിച്ച് നമ്മൾ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കും. ട്രാക്ക് ഉണ്ടെങ്കിൽ മാക്സിമം ഫുൾ ഓൺ കയറും ചെയ്യും. ഇനി അടുത്ത് വീണ്ടും ഒരു കളർ ചേഞ്ച് ആണ്, ഓറഞ്ച് ഫിനിഷിംഗിൽ വരുന്നതാണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് 2012 മോഡല് ഇയോണാണ്. ഇത് നമുക്കൊരു 1.5 ലക്ഷം രൂപ കിട്ടിയാൽ കൊടുക്കാം. നല്ല ചെറിയ പൈസക്ക് അൾട്ടോന്റെ വിലക്ക് സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് വണ്ടി അല്ലേ? അപ്പൊ വീണ്ടും അതിന്റെ ഒരു വൈറ്റ്. ഇത് 2013 മോഡല് ഇയോണാണ്. ഇത് നമുക്ക് ഫൈനലായിട്ട് ഇതും ഒരു 1.5 ലക്ഷം രൂപ ഫൈനൽ നമ്മളെ കയ്യിൽ കിട്ടണമെങ്കിൽ കൊടുക്കാം. ഒരു അൾട്ടോ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും ബെറ്റർ ഇയോണ്. ഹൈറ്റിലിരുന്ന് ഓടിക്കാൻ നല്ല സൗകര്യമുള്ള വണ്ടി, നല്ല വണ്ടി. അത്യാവശ്യം മൈലേജും കിട്ടൂല? അത്യാവശ്യം മൈലേജ് കിട്ടും. അടുത്ത് നമുക്ക് നമുക്ക് ലിവ, എത്തിയോസ് ലിവ എല്ലാവരും അന്വേഷിക്കുന്ന ഒരു വാഹനമാണ്. അത് നമുക്ക് പ്ലാറ്റിനം ടൈപ്പ് ആണ് വരുന്നത് അല്ലേ? നല്ല വൃത്തിയുള്ളൊരു വാഹനം, സിൽവർ ഫിനിഷിംഗ് ആണ്, പ്ലാറ്റിനം ടൈപ്പ് ആണ് വരുന്നത്. KL 84 ഇപ്പൊ നിലവിൽ കൊണ്ടോട്ട് രജിസ്ട്രേഷൻ ആണ്, റീ രജിസ്ട്രേഷൻ ആണ്. അഡീഷണൽ അലോയ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലൊക്കെ നല്ല പൊളിയാണ്. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യം? 2015 മോഡല് BD ആണ് വരുന്നത്. ഓക്കെ, ഇത് നമുക്കൊരു 4,20 നമ്മളെ കയ്യിൽ ഫൈനൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. BD ആണ്, സ്റ്റിയറിംഗ് മോഡലും കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് 4,20 ഒരു 4 റുപ്യക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? 4 റുപ്യ വരെ നമുക്ക് ചെയ്യിപ്പിക്കാം. BD അല്ലേ, ചിലപ്പം കയറും അല്ലേ? അടുത്തൊരു കിടിലൻ വാഹനമാണ്, ലേഡീസിനൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ക്യൂട്ട് ആയിട്ടുള്ള ചെറിയ മെയിൻ്റെനൻസ് ഒക്കെ വരുന്ന ഹോണ്ടയുടെ ബ്രിയോ അല്ലെ? വൈറ്റ് ആണ്. ഇതിന്റെ ഫുൾ ലോഡ് വണ്ടിയാണത്? ഇതിൽ ഫുൾ ലോഡ് വണ്ടിയാണ്. ഫുൾ ലോഡ് വണ്ടിയാണ്. ഡുവൽ ടൂൺ കാര്യങ്ങൾ കമ്പനി ഇൻബിൽട്ട് ആയിട്ട് തന്നെ നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അലോയ്സ് അടക്കം വരുന്നൊരു വാഹനമാണ്. നമുക്ക് ഒറിജിനൽ കേരള വണ്ടി ആയിരുന്നു? ഒറിജിനൽ കേരള വണ്ടി. എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 3,15,000 റുപ്യ നമ്മളെ കയ്യിൽ കിട്ടിയാൽ 3,15 അല്ലേ? വണ്ടി ഒരേ റേറ്റ് വീണ്ടും ഒരു തന്നെ വരുന്നത് സെയിം വണ്ടി. ഇത് 3,25 തന്നെ, 3,25 ആണ് വരുന്നത്. 15 നമ്മളെ കയ്യിൽ കിട്ടിയാൽ ഫൈനൽ കൊടുക്കാം. ലോൺ നമുക്ക് ഒരു 19 രൂപയ്ക്ക് വേണ്ടി ഇറക്കാൻ പറ്റുമോ? ആ ലെവലൊക്കെ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ലേഡീസ് യൂസിന് പറ്റിയ വണ്ടി. പൊതുവെ നമുക്ക് നല്ല കംഫർട്ടാണ്. ലോങ് യാത്രക്കൊക്കെ അത്യാവശ്യം നല്ല സ്പേസും കിട്ടും. നല്ല കംഫർട്ടുള്ള വണ്ടി, ഒരു പണി ഒന്നും വരില്ല. അത്രയും പക്കയാണ് അല്ലേ? അടുത്ത വീണ്ടും ഒരു കിടിലം 800 ആണ്. അല്ല, അടിപൊളി കളറാണ്, പക്ക നീച്ചാണ്. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങൾ? 2017 മോഡല് വണ്ടിയാണ്. 17 മോഡല്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ വന്നാണ് 70 ആ ലെവലിലാണ് ഓടിയിട്ടുള്ളത്. ഓക്കെ, മേജർ ആക്സിഡന്റ് തട്ടുമുട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, ഓണർഷിപ്പ് സിംഗിൾ ആണ്, എല്ലാ കാര്യങ്ങളും ഓക്കെ. ഓക്കെ, അത്യാവശ്യം നല്ല ക്വാളിറ്റിയും ഒക്കെ വെൽ മെയിൻറ്റൈൻഡ് ആണ് വണ്ടി. നല്ല വണ്ടി. എത്രയാ ചോദിക്കുന്നത്? നമുക്ക് 2,35 ഫൈനൽ നമ്മളെ കയ്യിൽ കിട്ടണമെങ്കിൽ 2,35 ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് മാക്സിമം ഫുൾ ഓൺ കയറും. 15 റുപ്യ നമ്മളതൊക്കെ ഒരുവിധം കേസൊക്കെ അങ്ങനെ തന്നെ ഫുൾ ഓൺ കയറണം. നമ്മൾ ഈ ഫുൾ ഓൺ വല്ലാണ്ട് പ്രോത്സാഹിപ്പിക്കുന്നില്ല. അടുത്തതുകൊണ്ട് നമുക്ക് എല്ലാവരും അന്വേഷിക്കുന്ന ഒരു കിടിലം വാഹനമാണ് ബലാനന്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡല്. ഒരു ഹോട്ട് സെല്ലിംഗ് വെഹിക്കിൾ ആണ്. അതിന്റെ നെക്സ ബ്ലൂ കളറിൽ വരുന്ന ഒരു പൊളി വാഹനം. പൊതുവെ നമുക്ക് എല്ലാവരും എൻക്വയറി ചെയ്യുന്ന ഒരു വാഹനമാണ്. ഒരുപാട് എൻക്വയറി വരുന്നത്. പൊതുവെ നമ്മൾ സെക്കൻഡ് മാർക്കറ്റിൽ വന്ന് തുടങ്ങിയിട്ടില്ല വണ്ടി. എന്താ വെച്ചാൽ അത്രയും ഫേസ് ലിഫ്റ്റ് ഒക്കെ വന്നതിന് ശേഷം
എല്ലാവരും നല്ല സെലക്ട് ചെയ്യുന്ന ഒരു വാഹനമാണ്. 22 മോഡൽ ഉണ്ടായിരുന്നു. 22 മോഡലാണ്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡഡ് ആണ് അല്ലെ. പ്രൊജക്ടർ ലാമ്പ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. AC എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ 2022 മോഡൽ. 22 മോഡൽ. ഓൺഷിപ്പ് കാര്യങ്ങൾ സിംഗിൾ ഓൺഷിപ്പിൽ ഫുൾ ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ. കറക്റ്റ് ഹിസ്റ്ററി എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കി പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. നമുക്ക് ഗ്യാരണ്ടി പറയാം. ഗ്യാരണ്ടി പറയാം. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും ഇത്? നമുക്ക് 6,35,000 നമ്മൾ ചോദിക്കുന്നത്. 6,35,000. അത് മാക്സിമം 6 രൂപയൊക്കെ ലോൺ ഗ്യാരണ്ടിയാണ്. നല്ല ട്രാക്കിന് 10-35 രൂപ വണ്ടി ഇറക്കാം. അതൊരു കിഡിലം സെഡാൻ നോക്കുന്നവർക്ക് VXC ഓപ്ഷനിൽ ഏറ്റവും ടോപ്പ് എൻഡില് ഒരു കിഡിലം എത്തിയോസ് സെഡാന്. ഡീസൽ അല്ല വണ്ടിയായിരുന്നു. VXD ഏറ്റവും ടോപ്പ് എൻഡ്. വണ്ടി മിറർ ഓട്ടോമാറ്റിക് ഫോൾഡിംഗ് ഉണ്ടാവും. AC പവർ സ്റ്റിയറിംഗ്, മറ്റേ വോളിയം കൺട്രോൾ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും വരുന്നത്. എല്ലാം കമ്പനി ഫിറ്റിംഗ്സ് തന്നെ വരുന്നതാണ്. ചെയ്തിട്ടുണ്ട്. ഒറിജിനൽ കേരളാണ് വണ്ടി. ഒറിജിനൽ കേരള. എത്ര ചോദിക്കും നമ്മൾ? നമുക്കൊരു 5,75,000 ഫൈനൽ കിട്ടിയില്ലേ. 5,75,000. ചെറിയ വില ഇങ്ങനെ കുറയാൻ കാരണം 18 മോഡലാണ്. ഡിക്കിന്റെ ഭാഗം ചെറിയ റീപ്ലേസ് ഉണ്ട്. നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് തന്നെ ചെയ്യുള്ളൂ. മേജറായ പ്രശ്നങ്ങളൊന്നും മേജറായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാം നമ്മളെ ഇവിടേക്ക് വരുന്ന ആൾക്കാർ വർക്ക്ഷോപ്പുകാരായിട്ടും കൂട്ടി വന്നോട്ടെ, ആരായിട്ടും കൂട്ടി, നമുക്ക് അതാണ് ഇഷ്ടം ഏറ്റവും കൂടുതൽ. അങ്ങനെ എല്ലാം നോക്കി ചെക്ക് ചെയ്ത് എടുത്തു കൊണ്ടായാൽ മതി. നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറങ്ങാം? ഫുൾ ഓൺ ആണ്. ഒറിജിനൽ കേരള വണ്ടി. മോൾക്കും കയറാൻ ചാൻസ് ഉണ്ടാവും. ആവശ്യമുള്ള കയറ്റിയാൽ മതി. അടുത്ത നമ്മൾ വീണ്ടും ഒരു എത്തിയോസ് തന്നെയാണ്. അതിന്റെ ഒരു കളർ ചേഞ്ച് ആണ്, സിൽവർ ആണ് വരുന്നത്. എങ്ങനെയാണ് അക്ഷയ ഡീറ്റെയിൽസ്? ഇത് 2011 മോഡല് B ആണ്. ഇത് നമുക്കൊരു 3 ലക്ഷം രൂപ കിട്ടിയാൽ കൊടുക്കാം. 3 ലക്ഷം രൂപ. 3 ലക്ഷം രൂപ കിട്ടിയാ പെട്രോൾ വണ്ടി. പെട്രോൾ വണ്ടി കേരള വണ്ടി തന്നെയല്ല. ഒറിജിനൽ കേരള വണ്ടി. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറങ്ങാം? ഇത് 2 രൂപയ്ക്ക് ലോൺ ഒരു 1 lakh ഒക്കെ മുടക്കേണ്ടി വരും. ചിലപ്പോൾ 2 വരെ കയറാൻ ചാൻസ് ഉണ്ട്. നമുക്ക് അതിന് വരെ 2 വരെ കയറി കൺഫേം ആണ്. ഫ്രണ്ട്സ്, അപ്പൊ നമ്മളന്ന് റിയൽ ചോയ്സിലെ ഫസ്റ്റത്തെ ഒരു പാർട്ട് ഇവിടെ തൽക്കാലമായിട്ട് നിർത്തുകയാണ്. ഇവ നമ്മൾ പറഞ്ഞിരുന്നു, അപ്പൊ കുറച്ച് ഡിലേ ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആള് ഇവിടെ എത്തിയിട്ടുണ്ട്. പേരെന്തേലും പറഞ്ഞേ? അൻഷിഫാണ് പേര്. ഈ വാതിക്ക് വന്നിരുന്നു. ഞാൻ ഈ വാതിക്ക് വരില്ലല്ലേ? അപ്പൊ മൂപ്പര് നമ്മളത് ആദ്യമായിട്ട് കാണാണ്. ഫോണിലൂടെ മാത്രമാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് ഡിലേ വന്നെങ്കിൽ നമ്മൾ കൊടുക്കും പറഞ്ഞാൽ നമ്മൾ കൊടുക്കും. അപ്പൊ നമ്മൾ മൂപ്പരോട് പറഞ്ഞിരുന്ന സാഹചര്യങ്ങളൊക്കെ ഹോസ്പിറ്റൽ കേസ് ഒക്കെ ആയതുകൊണ്ടാണ് നമ്മൾ ഇത്ര ഡിലേ വന്നത്. സോ എന്ത് ചെയ്യാ, അടുത്ത അക്ഷയൊക്കെ നമ്മൾ ഇനി ഒരു ഗിവ് അവേ ഉണ്ട്. അടുത്ത് കാറിന്റെ ഒരു ഗിവ് ഉണ്ട്. കുറെ ബൈക്കുകാലത്തെ ഫോണുകളൊക്കെ ഉണ്ട്. നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പൊ നമ്മൾ ഉടനെ എന്ത് ചെയ്യും, എന്തായാലും നമ്മൾ അനൗൺസ് ചെയ്യും. അപ്പൊ കൂടെ അപ്പൊ നിങ്ങളുടെ പേര് പറഞ്ഞ അൻഷിപ്പ് മഞ്ചേരിയാണ് പറഞ്ഞത് അല്ലേ? മഞ്ചേരിയാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ തവണ അദ്ദേഹത്തിന് പറഞ്ഞ ഫോൺ നമ്മളിതാ കൊടുക്കുകയാണ്. ഇന്ന് ഓപ്പൺ ആക്കി ചെയ്തോട്ടെ. ഫോൺ ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞോട്ടെ. ഒരു ബോക്സ് മാത്രം. ഓപ്പൺ പൊട്ടിച്ചില്ല. നമ്മളൊന്നും ചെയ്തിട്ടില്ല. അതങ്ങനെ അതില് പറഞ്ഞത് കൊടുക്കാതെ നിങ്ങളെ ഇഷ്ടം. അതിലിട്ടാണ് എന്നായിക്കോട്ടെ. ഓക്കെ. മഞ്ചേരി എവിടെയാണ് നിങ്ങൾ? മഞ്ചേരി ചെറുകുളം 10 കിലോമീറ്റർ. അപ്പുറം നമുക്ക് പാലക്കാട് കാലിക്കറ്റ് ബൈപ്പാസിലാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. മലപ്പുറം ടൗണിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്ററാണ് റിയൽ ചോയ്സ്ക്ക് വരുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നമ്മളെ പേജ് ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക. റിയൽ ചോയ്സ് അതേപോലെ തന്നെ നമ്മൾ ഓട്ടോടെക് നമ്മൾ ഉടനെ തന്നെ ഒരു ഗംഭീരമായ വീണ്ടും ഒരു ഗിവ് അവേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരാൻ പോകുന്നുണ്ട്. ഫസ്റ്റ് നമുക്കും എന്താ വെച്ചാൽ നമ്മൾ പറഞ്ഞൊരു മാനദണ്ഡം നമ്മൾ ഫോളോവേഴ്സ് ആയിരുന്നു. അതിലെത്താത്തതുകൊണ്ടാണെങ്കിൽ നമ്മൾ ഒരു മിനിമം പങ്കെടുത്ത എല്ലാവർക്കും നമ്മളൊരു പ്രോത്സാഹനം എന്നുള്ള രൂപത്തിൽ എന്തായാലും ഒരു ഗിഫ്റ്റ് കൊടുക്കും നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് നമ്മൾ എന്തായാലും ചെയ്തിട്ടുണ്ട്, ഒരു ഫോണ്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ അടുത്ത് നിങ്ങൾ നമ്മളെ പേജ് ഫോളോ ചെയ്യുക, കൂടെ തന്നെ നിൽക്കുക. വൈകാതെ തന്നെ നമ്മളൊരു ഗംഭീരമായ അനൗൺസ് ആണ്. ഒരു കാറിൻ്റെ ഗിവ് വൈകാതെ തന്നെ ഉണ്ടാവും. സോ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം. സ്മീറിയാസ് സൈനിങ് ഓഫ്.